സ്ഥാനക്കയറ്റം നൽകുന്നില്ല എന്നാരോപിച്ച് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന് കീഴിൽ ജീവനക്കാരുടെ സമരം. CITU INTUC സംയുക്ത തൊഴിലാളികൾ മിൽമ അമ്പലത്തറ യൂണിറ്റിന് മുന്നിൽ സമരം നടത്തുന്നു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം? വേണു പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ഇന്ന് രാവിലെ മുതൽ CITUവിന്റെയും ജീവനക്കാർക്ക് അർഹതപ്പെട്ട പ്രൊമോഷനുകൾ ഒരു തരംതിരിഞ്ഞു നൽകാതെ അർഹതപ്പെട്ട എല്ലാ ജീവനക്കാർക്കും നൽകണമെന്നുള്ളതാണ് ട്രേഡ് യൂണിയന്റെ ആവശ്യം. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഏകദേശം ഒരു 4 വർഷക്കാലമായി ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വന്ന് അധികാരത്തിലേറ്റതിനു ശേഷം ചില ഓഫീസർമാർക്ക് മാത്രമായി പ്രൊമോഷൻ നൽകുകയും അവരെ ചില കീ പോസ്റ്റുകളിൽ ഇരുത്തിക്കൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറായിരുന്ന ഫാസുരാങ്കന്റെ ചില ചെയ്തികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ പല അർഹതപ്പെട്ട ആൾക്കാരെ മാറ്റി നിർത്തി ചില പോസ്റ്റുകളിലേക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചത്. ആ സമയത്ത് പോലും തൊഴിലാളികൾക്ക് പ്രൊമോഷൻ തന്നില്ല. നമ്മൾ ചോദിച്ചപ്പോൾ ഒരു കേസുണ്ട്, ആ കേസ് കഴിഞ്ഞാൽ ഉടനെ തരാമെന്ന് പറഞ്ഞിരുന്നു. 4 വർഷക്കാലം അങ്ങനെ പോയി. ഈ പുതിയൊരു ഭരണസമിതി വന്നതിന് ശേഷവും നമ്മൾ ഈ ആവശ്യങ്ങൾ പലവട്ടം ഉന്നയിച്ചപ്പോൾ ഇന്റർവ്യൂ പ്രൊമോഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇടുകയും ആ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അർഹതപ്പെട്ട എല്ലാ ജീവനക്കാർക്കും നൽകാതെ തരംതിരിഞ്ഞ് ചില ആൾക്കാർക്ക് മാത്രമായി നൽകുന്ന ഒരു സമീപനം കണ്ടു. അത് ചോദ്യം ചെയ്തുകൊണ്ട് ട്രേഡ് യൂണിയനിൽ ലെറ്റർ നൽകുകയുണ്ടായി. അങ്ങനെ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടു, കുറച്ച് ആൾക്കാർ കൂടെ വീണ്ടും കൊടുത്തു. എങ്കിലും നമ്മൾ അർഹതപ്പെട്ട പല ആൾക്കാർ വീണ്ടും തഴയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നാം മനസ്സിലാക്കിയപ്പോൾ. ആ തഴയപ്പെട്ട ജീവനക്കാർക്ക് പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊമോഷൻ കിട്ടി പോകേണ്ട സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് ചില ആൾക്കാരുടെ ബന്ധുക്കളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് പ്രൊമോഷൻ നൽകാത്തത്. അത് നമ്മൾ ചോദ്യം ചെയ്തു. ഫാസുരാങ്കൻ കമ്മിറ്റി ഇരുന്ന സമയത്ത് നടന്ന ചില ടാങ്കർ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പത്രമാധ്യമങ്ങളിലെല്ലാം കണ്ടതാണ്. അതിനെല്ലാം ചോദ്യം ചെയ്തതും ഈ സ്ഥാപനത്തെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന കള്ളക്കളികളെല്ലാം ട്രേഡ് യൂണിയൻ നിലയ്ക്ക് നമ്മൾ ചോദ്യം ചെയ്തതാണ്. നമ്മൾ ഇന്ന് ഈ മാനേജ്മെന്റിന് എതിരാവാനുള്ള, അവർക്ക് നമ്മൾ മോശക്കാരാവാനുള്ള സാഹചര്യമായി നാം മനസ്സിലാക്കുന്നത്. ഈ CITUവിന്റെ പ്രതിനിധി കൂടിയുണ്ട്. എന്തെങ്കിലും മാനേജ്മെന്റ് ചർച്ചയ്ക്ക് എന്തെങ്കിലും വിളിച്ചിരുന്നു സമരം തുടങ്ങിയതിനു ശേഷം? ഇല്ല, ഇത് നേരത്തെ ഇത്രയും സമയമായിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. 6:30 മണിക്ക് മുതലേ ഞങ്ങൾ ഈ പ്രക്ഷോഭമായി നിൽക്കുകയാണ്. നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ സമരം തുടരാൻ തന്നെയാണോ തീരുമാനം? കള്ളക്കേസ് പിൻവലിക്കുക, അതുപോലെ ഞങ്ങളുടെ ജീവനക്കാരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച വളരെ നിസ്സാരമായ ഡിമാൻഡ് അംഗീകരിക്കുക, ഇത്ര മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ പേരിൽ അനാവശ്യമായ കേസാണ്, കള്ളക്കേസാണ് എടുത്തത്. അത് ഒരു മാനേജ്മെന്റും നാളെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു സംഗതിയാണ് ഈ മാനേജ്മെന്റ് ഞങ്ങളോട് കാണിച്ചത്. ഇത്രയും വളരെ നികൃഷ്ടമായ രീതിയിൽ അത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും അത് ന്യായീകരിക്കാൻ കഴിയില്ല അവരുടെ നിലപാട്. അങ്ങനെ വേണു, ഇവർ പറയുന്നത് പോലെ ഇവർ ഉന്നയിച്ച ചില ആവശ്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇവർ ഈ സമരം നടത്തി ഈ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഇവർ മുദ്രാവാക്യം വിളിച്ച 40 പേർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൽ കേസെടുത്തിട്ടുണ്ട്. കേസ് പിൻവലിക്കണം. ഒപ്പം തന്നെ ഈ സ്ഥാനക്കയറ്റത്തിൽ ഈ ജീവനക്കാരെ കൂടി പങ്കെടുപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇന്നെന്തായാലും ഈ പാൽ വിതരണം തടസ്സപ്പെട്ടിട്ടില്ല. പക്ഷെ നാളെ മുതൽ ഈ സമരം തുടരുകയാണെങ്കിൽ അതിനെയും ബാധിക്കും. എന്തായാലും മാനേജ്മെന്റ് ഇതുവരെയ്ക്കും ഈ സമരം തുടങ്ങിയതിനു ശേഷം ഈ തൊഴിലാളി നേതാക്കളെയും തൊഴിലാളികളെയും ഇതുവരെയ്ക്കും ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. വേണു, ശരി. തിരുവനന്തപുരത്തും മിൽമ ജീവനക്കാരുടെ സമരം. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.